പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നമ്മുടെ കൊള്ളിയുണ്ടല്ലേ, കപ്പ, ഇത് തൊലി കളഞ്ഞു. പിന്നെ ഇത് ഉണ്ണിപ്പിണ്ടി എന്ന് പറയും. നമ്മുടെ വളരെ ചില സ്ഥലങ്ങളിൽ എന്നിട്ട് പറയുന്നത് എനിക്കറിയില്ല. ഇവിടേക്ക് ഉണ്ണിപ്പിണ്ടി എന്ന് പറയും. ഇതുകൊണ്ടുള്ളൊരു കൂട്ടാൻ, സിമ്പിൾ കൂട്ടാൻ, ഒരു കുത്തിപ്പൊടി സിമ്പിൾ സാധനം, നല്ല ടേസ്റ്റാണ് കേട്ടോ. വാഴപ്പിണ്ടികളിൽ ഏറ്റവും ടോപ്പ് സാധനം കണ്ടത് നമ്മുടെ പാളയംകുടൻ്റെ പിണ്ടിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കത് ഇല്ല, അത് പൂവൻ്റെയാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അടപ്രഥമ പായസം വെച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ വേഷത്തിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും അതിൻ്റെ ഗുണത്തിലും അതിൻ്റെ വൃത്തിയിലാണ് കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി വിട്ടിട്ട് വലിയ മേക്കപ്പും കിക്കപ്പും ഒന്നും അണിഞ്ഞ് നമ്മൾ നിൽക്കണില്ല, വലിയ പാൻറ്റ് കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ സിമ്പിൾ പരിപാടി നമുക്ക് ആരംഭിക്കാം. നമ്മൾ കൊള്ളി എടുത്തു. കൊള്ളിന് നമ്മൾ ആദ്യം തന്നെ തൊലി കളഞ്ഞ് കഴുകിയിട്ടുണ്ട്. നമ്മൾ അതിനെ കഷ്ണങ്ങളാക്കി കൊള്ളി നന്നാക്കി കഴിഞ്ഞു. വെള്ളം ഒഴിക്കുക, ഒപ്പത്തിന് നാ മതി, കുഴപ്പമില്ല. ഒരു പേരിന് തിരുമാഞ്ഞൽ പൊടി അധികം വേണ്ട കേട്ടോ, നേരി തിരുമതി. പിന്നെ ഇതിലേക്ക് ആവശ്യം ഉപ്പ് കേട്ടോ. കൊള്ളി വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടാ. അത് ഭയങ്കര വേവേണ്ട, കറക്റ്റ് വേവ് മതിട്ടാ. ഉണ്ണിപ്പിണ്ടി അരിയാൻ പോണ വളരെ കനം കുറച്ച് നോക്കിയേ, കണ്ട ഇത്രയ്ക്ക് കനേ പാടല്ലോ. കണ്ട ഇങ്ങനെയൊക്കെ ഒരു 5-6 കൂടിയിട്ട് എന്നിട്ട് ഇങ്ങനെ. പിന്നെയുള്ള പരിപാടി സിമ്പിളാണ്, കണ്ട ഇതേപോലെ തന്നെ തിരിച്ച് കണ്ട ഇങ്ങനെയായി കിട്ടി. അതിനങ്ങോട്ട് തിരിക്കുക. ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് മാറും കേട്ടാ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. കംപ്ലീറ്റ് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുക. പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, മുളാര. കണ്ട ഇത് എന്തിനാണെന്നറിയോ? ഈ ഉണ്ണിപ്പിണ്ടിയുടെ ഞാരുകളെങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു സാധനമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, മുളയൊന്നും ഇല്ലാണ്ടായി. ടൗണുകളിലായാലും എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സാധനം കിട്ടില്ല. പക്ഷേ ഇവിടെ അടുത്ത് മുളയുള്ള കാരണം ഞാൻ അത് വെട്ടി നിനക്ക് കാണിച്ചു തന്നത് മാത്രം. ഇത് ഞാരുകളെ ഇതില്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ സാധനമായാലും മതി. നമ്മുടെ ഇത് പാത്രങ്ങൾ പിടിക്കുന്ന സാധനമില്ലേ, ഇത് നന്നായി കഴുകി ഇതിട്ടിട്ടാക്കി കഴിഞ്ഞാലും ഇതുമാ നൂലൊക്കെ പിടിക്കും. തീരെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ പീലറായാലും മതി, ഇതുമിലാക്കിയാലും നൂല് പിടിക്കിട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മുളരെ കമ്പിട്ടിട്ട് നമുക്ക് അതിൻ്റെ നൂലുകൾ കളയാം. കണ്ട ഈ സാധനം ഇട്ട് തിരിക്കുക, നൂലുകൾ കണ്ട നോക്കിയേ. കണ്ട ഈ നൂലുകൾ നമുക്ക് കടിക്കുമ്പോഴേ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കളയണം നമുക്ക് കേട്ടാ. നമ്മളിത് കഴുകിയെടുത്തു കേട്ടാ. പുള്ളി കറക്റ്റ് വേവായി, കണ്ട ശ്രദ്ധിച്ചറിയാം. കറക്റ്റ് വേവാ പാടില്ല കേട്ടോ. കണ്ട ഇനി ഇത് നിന്ന് വരുന്നത് കഴുകിയെടുക്കാം. വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞു. നമുക്ക് ഇത് നമ്മുടെ ഉണ്ണിപ്പിണ്ടിയിലേക്കാണ് ചേർക്കാം കേട്ടാ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടാ. കൊള്ളിയിലേക്ക് നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു, ഉണ്ണിപ്പിണ്ടിക്ക് ഉപ്പും കൂടിയും നമ്മൾ ഇത് ചേർക്കാം കേട്ടോ. ഇനി ഇളക്കാം. നമ്മളിത് അടുപ്പത്ത് വെച്ച് മൂടിയിടണം. ആയിട്ട് ഒരു 10 മിനിറ്റ് നേരം കിടക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും കറക്റ്റ് രണ്ടും വേവും. ഇതുപോലെ ഈ കുനുകുനുന്നിനെ അങ്ങോട്ട് അരിയണം, അല്ലെങ്കിൽ ഒരു രസം. ചില സ്ഥലങ്ങളിൽ എന്നിട്ട് ഈ കൊള്ളി കഷ്ണങ്ങളെക്കാളും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വയ്ക്കും. ചില സ്ഥലങ്ങളിൽ ഈ കൊള്ളിയും ഇതും സെയിം വലിപ്പം. ചിലപ്പോൾ ഇത് ഈ ഉണ്ണിപ്പിണ്ടിയുടെ ഈ കൊള്ളിയേക്കാളും വലിയ കഷ്ണങ്ങളായിട്ട് വയ്ക്കും. എങ്ങനെയാണ് കടിച്ചു തിന്നാൻ പറ്റുന്നത് നമുക്കറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞ് കഴിഞ്ഞാൽ ക്ടാങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ക്ടാങ്ങളോട് കഴിപ്പിക്കാം. നമ്മുടെ ആമാശയത്തിൽ മറ്റേ ഞാരുകൾ ഫൈബറുകൾ ചെല്ലണ്ടേ. സിമെൻറ്റിലും ഇതിലൊക്കെ ഫൈബറല്ലേ, സിമെൻറ്റിലെ ഇതിലെ ഫൈബർ, പെയിൻറ്റിലൊക്കെ ഫൈബറായി എവിടെയെങ്കിലൊക്കെ വാഴക്കൊല കുലച്ച് കഴിഞ്ഞാൽ ചില വീട്ടുകാരൊന്നും അതൊന്നും നോക്കില്ല, മൈൻഡില്ല. അപ്പോൾ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ല. ആ പിണ്ടി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ണിപ്പിണ്ടി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരൊക്കെ തരും. അത് കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തിന്നാ. ഇതേപോലത്തെ സാധനം സംഘടിപ്പിക്കട്ടാ. നമുക്കൊന്ന് തുറന്നു നോക്കിയോ കേട്ടാ.
ഇളക്ക. കുറച്ച് നേരം അതൊന്ന് വേവണം കേട്ടോ. ഉണ്ണിപ്പിണ്ടി വേണ്ടോ നോക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടാ. ഈ കട്ടി വേണം കേട്ടാ. ഇനി നമുക്കിത് ഇറക്കാം. നമുക്ക് നമ്മുടെ ഈ വെന്ത കൂട്ടാനില്ലേ ഇത് ഇരിക്കേണ്ട കേട്ടാ ഒരു പാത്രത്തിൽ. കാച്ചാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 ഉള്ളി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി അത് ചതച്ചാണ്ട് അത് ഇരിക്കേണ്ട ഇടാം കേട്ടാ. ഈ ചിലർക്ക് കൊള്ളി കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം വരും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇത്തിരി കൂടുതലെടുത്തോ ഒരു കുഴപ്പമില്ല. ഇനി കുത്തിപ്പൊടി മുളകില്ലേ അതിടാം. ഇതിലേക്ക് ആവശ്യമില്ലത് ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടാ. ഇനി ഇത്തിരി വേപ്പില. ഇത് മൂത്തു നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ആയിരിക്കും നല്ല പോലെ ആക്കാം. ഇത് നേരിട്ട് ചീഞ്ചട്ടിയിൽ വലിയ ചീഞ്ചട്ടിയിൽ കാച്ചിട്ട് അതിലേക്ക് ഇട്ടാലും മതിയിട്ടാ, ഒരു കുഴപ്പമില്ല. ഞാനിത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ പാത്രത്തിലാക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു പഴയ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു സാധനത്തിൽ ഇത് കഴിക്കാൻ ഒരാൾ വേണ്ട. ഈ സാധനം എന്തുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതാണ് പണ്ടത്തെ ചക്കര കാപ്പി. ശർക്കരയും കാപ്പി കൂടിയിട്ടുള്ള പണ്ടത്തെ ശർക്കര കാപ്പി. നമ്മുടെ ഗഡീനെ ഷിബിക്കാണ് ഞാനിത് പരീക്ഷിക്കാൻ കൊടുക്കുന്നത്. ഇത് കഴിച്ചിട്ട് ഷിബി അഭിപ്രായം പറയും. ചൂടുണ്ടാവട്ടാ. പഴയ കാലത്തേക്ക് പോണ്ട. നമ്മൾ ഭയങ്കര മഴക്കാലം ഉണ്ടാകുമ്പോൾ, ഭയങ്കര മഴക്കാലത്ത് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉച്ച തിരിഞ്ഞില്ലേ ഒരു 5 മണി 5:30 ആകുമ്പോൾ ഇങ്ങനെ ഇറയത്ത് ചടഞ്ഞു കൂടി മഴയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം കഴിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ രുചി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ട്ടാ.